വന്നെടി, ഇങ്ങോട്ട് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. എടി, നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല എടി ഭിത്തിയിൽ പെൻസിൽ വെച്ച് വരയ്ക്കരുതെന്ന്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ ചെയ്യുമല്ലേ? എന്നെ നോക്കുന്ന ഇങ്ങോട്ട് കയറി വന്നേ. കൊച്ചെന്താ ഭിത്തിയിൽ കാണിച്ചു വെച്ചേക്കെന്ന് കണ്ടായിരുന്നോ? ഇങ്ങോട്ട് കയറി വന്ന് ഒരു അടി കൊടുത്തേ. എടി കൊച്ചല്ലേ, അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഉപദേശിച്ചു വിട്ടാ പോരെ. ചേട്ടായുടെ ഉപദേശം അങ്ങ് നിർത്തിക്കോ കേട്ടോ. 2 പ്രാവശ്യം ഉപദേശിച്ചായിരുന്നല്ലോ. ആ 2 റൂമും വൃത്തികേടാക്കി കിടക്കുന്നുണ്ടല്ലോ. ഇന്ന് ഒരടി കൊടുക്കാതെ പറ്റത്തില്ല കേട്ടോ. ഒരടി കൊടുത്താലേ ഇവിടെ നന്നാകത്തുള്ളൂ. എടി വേണോ? ആ വേണം. ഇപ്പൊ കാര്യം പേടിയില്ലാതെ വരുവാ. ഇന്ന് കൊടുത്തേ പറ്റൂ. നീ വന്നടി. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഭിത്തിയിൽ വരയ്ക്കരുത്. ഇല്ലേ ഇല്ലേ? ഇനി അടിക്കാതെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. അടിച്ചാൽ നീ ശരിയാകത്തുള്ളൂ. ഇനി ചെയ്യോ? ചെയ്യോ? ആ ഇനി നീ ചെയ്യണമെങ്കിൽ അടിക്കാൻ പൊട്ടിക്കും കേട്ടോ. അടി ഓർമ്മയുണ്ടല്ലോ. ഇനി ചെയ്യരുത് കേട്ടല്ലോ. അയ്യോ, അച്ചാച്ചന്റെ ഒരു അടി. ഇത് വെച്ചല്ല അടിക്കേണ്ടത്. ഇത് വെച്ചടിക്ക്. ഇത് വെച്ചൊരെണ്ണം കൊടുത്തേ. ഹലോ, എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വന്നേ. എന്നെ തല്ലാത്ത ഈ സ്ഥാനത്ത് ഞാനായിരുന്നു നിങ്ങൾ എന്നാ ചെയ്തേനെ? ആ സ്ഥാനത്ത് നീ ഏതെങ്കിലും ഉണ്ടല്ലോ, എന്നെ കാലം വരെ നിലത്തടിച്ചാനെ. ഓ, അപ്പൊ എന്നെ അങ്ങനെ അങ്ങ് ചെയ്യാം. അവളെന്നാ ഒന്നും ചെയ്യാത്ത? അപ്പൊ അവളും ഞാനും തമ്മിൽ എന്നാ വ്യത്യാസം നിങ്ങൾക്ക്? എടി അവൾ ആരാ? എന്റെ മാലാഹ. അവള് മാലാഹ. അപ്പൊ ഞാനാരാ നിങ്ങളുടെ? നീ മൂദേവി. സമാധാനം തരത്തില്ലാത്ത മൂദേവി.